Hello students, welcome to the third part of our second module. Students, today we are going to learn a new topic called dynamically equivalent system. Okay, dynamically equivalent system. So students, എന്താണ് dynamically equivalent system? അതായത് suppose we have got a particular link like this. In the figure A, you can see a link, a particular body. ഈ ബോഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഗോട്ട് നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ്. നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ്. ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് അതായത് ഈ ഷേപ്പിൻ്റെ മാസ് നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അതായത് സാധാരണ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച എന്താണ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൽ. ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് നമുക്ക് ഇനേഷ്യ ഫോഴ്സ് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് കാണണമെങ്കിൽ ഇനേഷ്യ കാണും. ഈ നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസിൻ്റെ ഇനേഷ്യ കാണുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ കണ്ട ഇനേഷ്യ ഫോഴ്സൊക്കെ എന്താണ്, ഒന്നിക്കൽ ഒരു പിസ്റ്റൺ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലിങ്ക് അല്ലേ, അത് റോഡിൻ്റെ ഒക്കെ അല്ലേ നമ്മൾ കണ്ടത്. 4 ബാർ മെക്കാനിസത്തിൽ ആ ഷേപ്പിൻ്റെ കോംപ്ലക്സിറ്റി ഒന്നും നമ്മൾ അധികം ബാധിച്ചില്ല. നമ്മൾ ഡയറക്റ്റ് സെൻറ്റർ ഓഫ് മാസ് ഒക്കെ എളുപ്പത്തിൽ മിഡ് പോയിൻറ്റിലോ അങ്ങനെ എന്തെങ്കിലുമാണ് വന്നത് അല്ലേ. L/, ആ റേഡിയസ് ഓഫ് ജനറേഷൻ ഒന്നും കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഈ കേസിൽ ഒരു നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട്, റെഗുലർ അല്ലാത്ത ഷേപ്പിൻ്റെ കേസിലൊക്കെ മാസ് മീൻസ് ഇനേഷ്യ കാണാം, ഇനേഷ്യ ഫോഴ്സ് കാണാമെന്നൊക്കെ പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് we will substitute this particular system with another dynamically equivalent system. അതാണ് B, dynamically equivalent system. ഒരു ഡൈനാമിക്കലി ഇക്വാലൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഈ നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസുള്ള ഒരു ലിങ്കിനെ നമ്മൾ വേറൊരു സിസ്റ്റം, അതിന് ഡൈനാമിക്കലി ഈക്വലൻ്റ് ആയ ഒരു സിസ്റ്റം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് ഈ ഡൈനാമിക്കലി ഈക്വാലൻറ്റ് സിസ്റ്റം? എങ്ങനെയാണ് ഒരു സിസ്റ്റം, ഒരു ലിങ്കിൻ്റെ ഡൈനാമിക്കലി ഈക്വാലൻറ്റ് സിസ്റ്റത്തിന് നമ്മൾ എന്താണ് കൺസീവ് ചെയ്യും? ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So a dynamically equivalent system means I'm using dynamically equivalent system, DES, is nothing but it means that the rigid link, that particular rigid link is replaced by a link with 2-point masses, in such a way that it has the same dynamics when subjected to same force. എന്താണ് ഡെഫിനിഷൻ? ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം മീൻസ് ദാറ്റ് ദ റിജിഡ് ലിങ്ക് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിങ്ക് with 2-point masses in such a way that it has the same dynamics when subjected to same force. അതായത് സപ്പോസ് ഇവിടെ നോക്കുക, ഈ പിക്ചർ നോക്കുക, നമ്മൾ എ ആണ് നമ്മളെ ഒറിജിനൽ സിസ്റ്റം, ബി ആണ് ഫിഗർ ബി ആണ് ഏത് ഡൈനാമിക്കൽ ഇക്വാലൻറ്റ് സിസ്റ്റം. അപ്പോൾ എയിലുള്ളത് ഒരു നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ഉള്ള ഒരു പെർട്ടിക്കുലർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതിൽ എഫ് എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ജി, എഫ് എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിന്ന് എഫിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ത് ഇ. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ
ആക്ഷനിലേക്ക് സെൻറ്റർ ഓഫ് മാസ് ജി എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലിങ്കിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? ഒരു 2 പോയിൻ്റ് മാസ് കണ്ട, ഒരു 2 പോയിൻ്റ് മാസ് ബിയിലും ഡിയിലും ഒരു 2 പോയിൻ്റ് മാസസ് കണക്റ്റഡ് അല്ലേ, റീപ്ലേസ് ബൈ എ ലിങ്ക് വിത്ത് 2 പോയിൻ്റ് മാസസ് ഇൻ സച്ച് എ വേ ദാറ്റ് 2 പോയിൻ്റ് മാസ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു മാസ്ലെസ്, അതായത് നെഗ്ലിജിബിൾ മാസ് ഉള്ള ഒരു ലിങ്ക് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മാസ് നമ്മൾ അധികം ബോധേഡാവേണ്ട കാര്യമില്ല, കാരണം അതൊരു നെഗ്ലിജിബിൾ മാസാണ്. അത് കമ്പയർ ടു ദിസ് 2 പോയിൻ്റ് മാസ് അത് മാസ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ 2 പോയിൻ്റ് മാസസ് കണക്റ്റഡ് ബൈ എ മാസ്ലെസ് ലിങ്ക് സച്ച് ദാറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് എന്താണ്, ഇറ്റ് ഹാസ് ഗോട്ട് സെയിം ഡൈനാമിക്സ് വെൻ സബ്ജക്റ്റഡ് ടു സെയിം ഫോഴ്സ്. ഈ ലിങ്കിനെ നമ്മൾ സെയിം ഫോഴ്സ് എഫ് ആക്ട് ചെയ്താൽ ഇത് തരുന്ന ഡൈനാമിക്സ് തന്നെയായിരിക്കണം ഈ ഇക്വാലന്റ് സിസ്റ്റം തരുന്ന ഡൈനാമിക്സ്. അപ്പോൾ എന്താണ് ഈ ഡൈനാമിക്സ്? സെയിം ഡൈനാമിക്സ് കിട്ടണം എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് ഡൈനാമിക്സ്? ഡൈനാമിക്സ് കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് of the equivalent link has the ഒന്നാമത്തെ സെയിം ലീനിയർ ആക്സലറേഷൻ. അതായത് ഈക്വാലന്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ആദ്യത്തെ ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിലുണ്ടാവുന്ന സെയിം ലീനിയർ ആക്സലറേഷനും ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്? ലിങ്ക് ഹാസ് ദ സെയിം ആംഗുലാർ ആക്സലറേഷൻ. അപ്പോൾ ആംഗുലാർ ആക്സലറേഷനും സെയിം ആയിരിക്കണം. ലീനിയർ ആക്സലറേഷൻ, സപ്പോസ് എഫ് ഇസ് ദ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആൽഫ ഇസ് ദി ആംഗുലാർ ആക്സലറേഷൻ, ബോത്ത് ഷുഡ് be same, അതായത് as that of original case. അതായത് ഒരു ഇക്വാലന്റ് സിസ്റ്റം നമുക്ക് എടുക്കാം. ഒരു സിസ്റ്റം ഇക്വാലന്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ആ എടുക്കുന്ന സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ഉണ്ടാവുന്ന ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും ഒറിജിനൽ കേസിൽ ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷൻ്റെ വാല്യൂ ആയിട്ട് സെയിം ആണെങ്കിൽ നമ്മൾ എടുത്ത സിസ്റ്റത്തിന് നമുക്ക് ഡൈനാമിക്കലി ഈക്വാലന്റ് സിസ്റ്റം എന്ന് പറയാം. സോ ലീനിയർ ആക്സലറേഷൻ, ആംഗുലാർ ആക്സലറേഷൻ ഷുഡ് റിമെയിൻ സെയിം. ദെൻ ഓൺലി വി ക്യാൻ സേ ദ സിസ്റ്റം we have considered using 2 point masses and a massless link can be considered as a dynamically equivalent system, equivalent of the original system. അതാണ് ആ കൺസെപ്റ്റ്. അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അത് ഞാൻ അപ്പോൾ മനസ്സിലാവും. ഇപ്പോഴേ നമ്മൾ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നോക്കാം നമുക്ക് എന്തൊക്കെ വേണം. എഫ് എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡൈനാമിക്സ് സെയിം ആയിരിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ആയിരിക്കണം ഒരു സിസ്റ്റം ഡൈനാമിക്കൽ ഇക്വാലന്റ് സിസ്റ്റം ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെ ആയിരിക്കണം? ഇപ്പോൾ ഇതിൻ്റെ മാസ് എം ആണ്. റിജിഡ് ബോഡിയുടെ മാസ് എം വിത്ത് സെൻറ്റർ ഓഫ് മാസ് ജി. നമുക്കറിയാം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് വിച്ച് പ്രൊഡ്യൂസസ് എ ലീനിയർ ആക്സലേഷൻ എഫ്. സ്മോൾ എഫ് എന്നുള്ള ലീനിയർ ആക്സലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സ്മോൾ എഫ് എന്നുള്ള ഒരു ലീനിയർ ആക്സലറേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ക്യാപിറ്റൽ എഫ് എന്നുള്ള ഫോഴ്സ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ എഫ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇ എന്ന് പറയാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇ എന്ന് പറയാം. സിൻസ് എഫ് ഡസ് നോട്ട് പാസ് ത്രൂ ജി എന്തുണ്ടാവും? ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകും. ആ റൊട്ടേഷണൽ മോഷൻ കാരണം ഒരു ആംഗുലർ ആക്സലറേഷൻ ആൽഫയും ഉണ്ടാവും അല്ലേ, ആൽഫയും ഉണ്ടാവും. നോക്കാം, നമുക്കറിയാം ക്യാപിറ്റൽ എഫ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ലീനിയർ ആക്സലറേഷൻ അല്ലേ, മാസ് ഇൻറ്റു ലീനിയർ ആക്സലറേഷൻ കിട്ടും. ഇനി നമുക്കറിയാം റൊട്ടേഷണൽ ഒരു എഫ് ഇൻറ്റു ഇ എന്നുള്ളൊരു മൊമെൻ്റ് ഉണ്ടാവും. എഫ് ഇൻറ്റു ഇ, ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ.
ഫോഴ്സിൻ്റെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു ടോർക്ക് മൊമെൻ്റ് ഉണ്ടാവും. ആ മൊമെൻ്റ് എന്തായിരിക്കണം? മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഐ ഇൻറ്റു ആൽഫ ആയിരിക്കൂലേ, അല്ലേ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് വെച്ചാൽ എന്താ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ജി ആണ്. എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്, എബൌട്ട് ജി, സെൻറ്റർ ഓഫ് മാസിന് ബേസ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ. അപ്പോൾ ഐ ഇൻറ്റു ആൽഫ ആയിരിക്കുമല്ലോ എഫ് ഇൻറ്റു ഇ. ഐ ഇൻറ്റു ആൽഫ എന്ന് വെച്ചാൽ ടോർക്ക് അല്ലെങ്കിൽ മൊമെൻറ്റ്. ആ മൊമെൻ്റ് ആയിരിക്കും എഫ് ഇൻറ്റു ഇക്ക്, ഇ എന്നുള്ള വാല്യൂണ് ഇക്ക്. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷൻ ഓഫ് ജി ഷുഡ് റിമെയിൻ സെയിം. ആക്സലറേഷൻ ഡൈനാമിക്സ് സെയിം ആവണമെന്ന് വെച്ചാൽ ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ജി ഷുഡ് ബി സെയിം. അതായത് നമുക്കറിയാം ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എഫ് ഈക്വൽ ടു എഫ് ക്യാപിറ്റൽ എഫ് ബൈ എം. എവിടുന്ന്? ഈ ഇക്വേഷൻ കിട്ടി അല്ലേ? ക്യാപിറ്റൽ എഫ് ബൈ എം എന്നറിയാം, അത് അവിടെ വെക്കുക. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ എന്നുള്ളത് എന്താണ്? എഫ് ഇൻറ്റു ഇ ബൈ ഐ എന്ന് പറയാം, അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ അറിയാം. അപ്പോൾ എഫും ആൽഫയും സെയിം ആവണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം അപ്ലൈഡ് ഫോഴ്സ് സെയിം ആവും. കാരണം സബ്ജക്റ്റ് ടു സെയിം ഫോഴ്സ് എന്നാണ് കണ്ടീഷൻ. അപ്പോൾ ക്യാപിറ്റൽ എഫ് അപ്ലൈഡ് ഫോഴ്സ് റിമെയിൻ സെയിം. അപ്പോൾ നമുക്ക് സ്മോൾ എഫും സെയിം ആവണമെങ്കിൽ എന്താവണം? എം സെയിം ആവണം, അല്ലേ? ഈ ഫിഗറിൽ അറിയാം ഇതിൻ്റെ ലീനിയർ ആക്സലറേഷൻ എഫ്, ഇതിൻ്റെ ലീനിയർ ആക്സലറേഷൻ എഫ് ഡാഷ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ആവണം. ഈ എഫ് എന്ന് വെച്ചാൽ എന്താ? ക്യാപിറ്റൽ എഫ് ബൈ എം. ഇവിടെയും ക്യാപിറ്റൽ എഫ് സെയിം ആണ്, ഷുഡ് ബി സെയിം, അല്ലേ? അപ്പോൾ എഫ് ഡാഷ് എന്ന് വെച്ചാൽ എഫ് ഡാഷിലെ എഫ്, ഇത് എഫ് ബൈ എം, ഇത് എഫ് ബൈ ഈ മാസം എന്തായിരിക്കണം? സെയിം മാസമാണെങ്കിലല്ലേ. ക്യാപിറ്റൽ എഫ് സെയിം, ഇവിടെയും സെയിം. അപ്പോൾ സ്മോൾ എഫ് ഡാഷും സെയിം ആവണമെങ്കിൽ എന്താണ്? ഡിനോമിനേറ്ററിലെ രണ്ട് മാസം സെയിം ആയിരിക്കണം, അല്ലേ? ഡിനോമിനേറ്ററിലെ രണ്ട് മാസം സെയിം ആവണമെങ്കിൽ എം ഷുഡ് ബി ഈക്വൽ ടു M1 + M2 ആയിരിക്കണമല്ലോ, അല്ലേ? ശരിക്കും സെക്കൻഡ് കേസിലുള്ള മാസം വെച്ചാൽ M1 + M1 M2 ആണ്. അപ്പോൾ M1 + M2 M ആണെങ്കിൽ മാത്രമേ എഫ് റിമെയിൻസ് സെയിം. അപ്പോൾ ലീനിയർ ആക്സലറേഷൻ സെയിം ആവണമെങ്കിൽ മാസ് ഷുഡ് ബി, ഒറിജിനൽ മാസ് ഷുഡ് ബി ഈക്വൽ ടു ദ സം ഓഫ് ദി 2 point മാസ്. 2 point മാസസിൻ്റെ സമ്മ് സെയിം ആണെങ്കിൽ മാത്രമേ ലീനിയർ ആക്സലറേഷൻ എഫ് സെയിം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ, അതായത് ഒന്നാമത്തെ സെയിം ലീനിയർ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ രണ്ട് പോയിന്റ് മാസിൻ്റെയും സമ്മ് ക്യാപിറ്റൽ, അതായത് ഒറിജിനൽ മാസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതൊന്നാമത്തെ. ഇനി രണ്ടാമത്തെ കേസ് ഇത് സെയിം ആംഗുലർ ആക്സലറേഷൻ കിട്ടണം. അതെങ്ങനെ കിട്ടുന്നു? സെയിം ആംഗുലർ ആക്സലറേഷൻ എന്ന് വെച്ചാൽ ആൽഫ ശരിക്കും നമ്മൾ എഴുതി കഴിഞ്ഞു എഫ് ഇൻറ്റു ഇ ബൈ ഐ എന്ന് എഴുതി കഴിഞ്ഞു. അപ്പോൾ ആൽഫ സെയിം ആവണമെങ്കിൽ എഫ് സെയിം ആണ്, അല്ലേ? വേറെന്തൊക്കെ സെയിം ആവണം? ഇയും സെയിം ആവണം, ഐയും സെയിം ആവണം. സോ ഇ ആൻഡ് ഐ ഷുഡ് ബി സെയിം. ഇനി ഇയും ഐയും എങ്ങനെ സെയിം ആക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കുക, എന്താണ് ഇ? വാട്ട് ഈസ് ഇ? എന്ന് വെച്ചാൽ എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എഫ് ടു ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ടു ജി, അല്ലേ? ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ജിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ഇ, അല്ലേ? സോ ദ ഇ ഹാസ് ടു ബി സെയിം, വിച്ച് മീൻസ് E should remain same, which means that perpendicular distance of force F, or the line of action of force F to G or from G
should remain same അല്ലേ should remain same or the combined center of mass of the equivalent system remains at G. should remain same. ഈ should remain same എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ഇൻഫറൻസ് അല്ലെങ്കിൽ നമ്മളൊരു അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഷുഡ് റിമെയിൻ സെയിം എന്ന് പറയുമ്പോൾ സോ വാട്ട് ഷുഡ് ബി ഇൻഫർ വി ഷുഡ് ഇൻഫർ ദ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് അതായത് രണ്ട് പോയിന്റ് മാസിൻ്റെയും കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഇക്വാലൻറ്റ് സിസ്റ്റം remains at G എന്നുള്ള പോയിന്റ് റിമെയിൻ ചെയ്യാം. മീൻസ് എന്താണ് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ജിയിൽ തന്നെ ഇത് റിമെയിൻ ചെയ്യണമെങ്കിൽ എന്നാലല്ലേ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം ആവും. ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം ആവണമെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ജിയിൽ തന്നെ, ഇതാണ് സെൻറ്റർ ഓഫ് ഈ ഡിസ്റ്റൻസ് ജി എൻ, ഈ ഡിസ്റ്റൻസ് ഈ സെയിം ആവണമെങ്കിൽ G, the center of mass of the equivalent system should remain same at the point G. It means that m1, so this is the first point mass into this distance B should be equal to m2 into this particular distance D. Okay. So m1b into m2d അത് ജി എന്നുള്ള പോയിന്റ് സെയിം ആയിട്ട് നിലനിൽക്കണമെങ്കിൽ m1b ഷുഡ് ഓൾവേസ് ബി ഈക്വൽ ടു m2 ഇൻറ്റു ടി. ദെൻ ഈ റിമെയിൻസ് സെയിം. ഈ സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ m1 ഫസ്റ്റ് പോയിന്റ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് b ഷുഡ് ബി ഈക്വൽ ടു m2 ഇൻറ്റു d. അപ്പോൾ എന്താണ് ബി എം ഡിയും? ബി എം ഡി എന്ന് വെച്ചാൽ ആ ജി സെയിം ജി എടുത്തു കഴിഞ്ഞാൽ ആ ജിയിലേക്കുള്ള m1 എന്നുള്ള ഡിസ്റ്റൻസും m2 എന്നുള്ള ഡിസ്റ്റൻസ് ഡിയും ആവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ജി സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുക. അതായത് അതേ പോയിന്റ്, അതായത് ഇനീഷ്യൽ സിസ്റ്റത്തിലെ ജി എന്നുള്ള ഇനീഷ്യൽ ലിങ്കിൽ അല്ലെങ്കിൽ ഒറിജിനൽ ലിങ്കിൽ ജി എവിടെയായിരുന്നു അതേ പൊസിഷനിൽ ജി മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് എടുക്കേണ്ടത്? രണ്ട് പോയിന്റ് മാസ് എടുക്കേണ്ടത്. ആ m1 ഇൻറ്റു ബി എന്നുള്ള ഡിസ്റ്റൻസ് ഷുഡ് ഓൾവേസ് ബി ഈക്വൽ ടു m2 ഇൻറ്റു ഡി. ഇനി നമുക്ക് എന്ത് വേണം? ഐ ഷുഡ് ഓൾസോ റിമെയിൻ സെയിം. ഐ ഷുഡ് ഓൾസോ ബി സെയിം. അപ്പോൾ ഐ സെയിം ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്തായിരിക്കണം? the moment of inertia of the equivalent system about perpendicular axis through their combined center of mass G should be equal to m1 b square plus m2 d square. Okay, അതായത് to have the same moment of inertia of the equivalent system about perpendicular axis through their കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ജി. അതായത് ഇക്വാലന്റ് സിസ്റ്റത്തിലെ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ആയി ജി എന്നുള്ള പോയിന്റിലൂടെയുള്ള പെർപെൻഡിക്കുലർ ആക്സിസിന് കണക്കായിട്ട് എടുക്കുന്ന ഐ എന്തായിരിക്കണം? m1 b സ്ക്വയർ പ്ലസ് m2 d സ്ക്വയർ ആയിരിക്കണം. എന്നാൽ ഐയും സെയിം ആയി എന്ന് നമുക്ക് പറയാം. അതായത് രണ്ട് സിസ്റ്റത്തിൻ്റെ ഐ സെയിം ആണ്. അപ്പോൾ 3 കണ്ടീഷൻസ് കിട്ടി. ഏതൊക്കെയായിരുന്നു കണ്ടീഷൻസ്? In order to have same dynamics, that is f and alpha should remain to be same. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, combined original mass should be equal to sum of these 2 point masses. Second, m1 into b should be equal to m2 into d. Third,
ഐ ഷുഡ് ഓൾവേസ് ബി ഈക്വൽ ടു m1 ബി സ്ക്വയർ പ്ലസ് m2 ഡി സ്ക്വയർ. അതായത് ഒറിജിനൽ ഐ നമുക്ക് അറിയാൻ പറ്റും. ആ ഐ നമ്മളെടുക്കുന്ന സിസ്റ്റം എങ്ങനെയായിരിക്കണം? m1 ബി സ്ക്വയർ പ്ലസ് m2 ഡി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഐയുടെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? നമ്മൾ ഇക്വാലൻസ് സിസ്റ്റം എടുക്കുമല്ലോ, രണ്ട് പോയിന്റ് മാസസ് യൂസ് ചെയ്തിട്ട് ആ 2 പോയിന്റ് മാസ് ബിയും ഡി എന്നുള്ള ഡിസ്റ്റൻസ്, ബിയും ഡി എന്നുള്ള ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ m1 ബി സ്ക്വയർ പ്ലസ് m2 ഡി സ്ക്വയർ ചെയ്താൽ ഒറിജിനൽ ഏതാണ്? ഒറിജിനൽ ലിങ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് സമമായിരിക്കണം. ഈ 3 കണ്ടീഷൻസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യുവർ സിസ്റ്റം ഈസ് എ ഡൈനാമിക്കലി ഇക്വാലൻറ്റ് സിസ്റ്റം. ഓക്കെ. അപ്പോൾ എന്തിനാണ് ഈ ഡൈനാമിക് ഇക്വാലൻറ്റ് സിസ്റ്റം എടുക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ കണക്റ്റിംഗ് റോഡ്, സപ്പോസ് ഇതൊരു പിസ്റ്റണാണെന്ന് ചോദിക്കുക. ഒറിജിനൽ ഒരു കണക്റ്റിംഗ് റോഡൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊരു ക്രാങ്ക് ആണെന്ന് ചോദിക്കുക. ഈ നമ്മൾ ഇതൊരു ഡൈനാമിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് ഒക്കെ കാണുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ക്രാങ്കിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് കാണാം, പിസ്റ്റൻ്റെ ഇനേർഷ്യ ഫോഴ്സും കാണാം. ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് കാണുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് വി ക്യാൻ റീപ്ലേസ് ദിസ് കണക്റ്റിംഗ് റോഡ് വിത്ത് എ ഡൈനാമിക്കൽ ഇക്വാലൻറ്റ് സിസ്റ്റം. എങ്ങനെ? ഡൈനാമിക്കൽ ഇക്വാലൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ, സപ്പോസ് ഇത് m1, ഇതിൻ്റെ മാസ് m2 ആണെങ്കിൽ ഇതിൻ്റെ mr എന്ന് എടുക്കാം. ഇത് mp പിസ്റ്റൺ, ഇത് mc ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ് mr. അങ്ങനെയാണെങ്കിൽ mp-യുടെ അടുത്ത് നമ്മളൊരു വേറൊരു മാസ് m1 എടുക്കാം. ഈ കണക്റ്റിംഗ് റോഡിൻ്റെ അടുത്ത് ഈ ക്രാങ്കിൻ്റെ അടുത്ത് mc-യുടെ അടുത്ത് വേറൊരു മാസ് m2 എടുക്കാം. ദിസ് ഈസ് കണക്റ്റഡ് ബൈ എ മാസ്ലെസ് ലിങ്ക്. And this m1 and m2 plus m2 should be equal to എന്താണ്? ഈ കണക്റ്റിംഗ് റോഡിൻ്റെ mr ആയിരിക്കണം. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഈ 3 കണ്ടീഷൻസ്, അതായത് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു മാസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നിച്ചൊരു സിസ്റ്റമായിട്ടും ഇതൊന്നിച്ച് വേറൊരു സിസ്റ്റമായിട്ട് എടുത്ത് നമുക്ക് എളുപ്പത്തിൽ ഡൈനാമിക് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രാങ്ക് റോഡിൻ്റെ ആ ഒരു നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലിങ്ക് എന്നുള്ള ഒരു കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കി കുറച്ചും കൂടെ ഈസിയറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ ഡൈനാമിക്കൽ ഇക്വാലൻറ്റ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇത് ഈ ഒരു തിയറി നിങ്ങൾ പഠിച്ചു നോക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നിങ്ങൾ അധികം പോകേണ്ട, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ സിലബസിൽ ഡൈനാമിക്കൽ ഇക്വാലൻറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സോ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ അവസാനം. താങ്ക് യു.